നമസ്കാരം. പശ്ചിമേഷ്യൻ മണ്ണിൽ യുദ്ധത്തിൻ്റെ കനലുകൾ വീണ്ടും പുകയുന്ന കാഴ്ചയാണ് നിലവിലിപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്. അമേരിക്കയുടെ പടക്കപ്പലുകളെ തകർക്കുമെന്ന ഇറാൻ്റെ പരസ്യമായ വെല്ലുവിളി മേഖലയിലെ സംഘർഷം പുതിയ തലത്തിലേക്ക് ഇപ്പോൾ എത്തിച്ചിരിക്കുകയാണ്. തങ്ങളുടെ സമുദ്രപരിധിയിൽ കടന്നു കയറാൻ ശ്രമിച്ചാൽ കടലിൻ്റെ അഗാധതയിൽ അമേരിക്കൻ കരുത്തിനെ മുക്കിക്കളയുമെന്നാണ് ഇറാൻ നൽകിയിരിക്കുന്ന ഏറ്റവും പുതിയ മുന്നറിയിപ്പ്. പതിറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുന്ന അസ്വാരസ്യങ്ങൾ ഇപ്പോൾ നേരിട്ടുള്ള ഒരു സൈനിക ഏറ്റുമുട്ടലിൻ്റെ വക്കിലെത്തി നിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അമേരിക്കൻ സെൻട്രൽ കമാൻഡ് സൈന്യത്തോട് ജാഗ്രത പാലിക്കാൻ നിർദ്ദേശിച്ചതോടെ പശ്ചിമേഷ്യൻ ആകാശത്ത് ഏതു നിമിഷവും മിസൈൽ ഗർജനമുണ്ടാകാമെന്ന ഭീതിയിലാണ് ഇപ്പോൾ ലോകരാജ്യങ്ങളെല്ലാം തന്നെ. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കപ്പൽ പാതയായിട്ടുള്ള ഹോർമുസ് കടലിടുക്കിനെ ചൊല്ലിയുള്ള തർക്കമാണ് നിലവിലെ പ്രതിസന്ധിയുടെ കേന്ദ്രബിന്ദു. വെറും വാക്കുകളിൽ ഒതുങ്ങുന്ന ഭീഷണികൾക്കപ്പുറമായിട്ട് ഇരു രാജ്യങ്ങളും തങ്ങളുടെ സൈനിക വ്യൂഹങ്ങളെ മേഖലയിൽ വിന്യസിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. തങ്ങളുടെ പരമാധികാരത്തിന്മേൽ അമേരിക്ക നടത്തുന്ന കടന്നുകയറ്റങ്ങളെ ഒരു തരത്തിലും അംഗീകരിക്കില്ലെന്ന കടുത്ത നിലപാടിലാണ് ഇറാൻ. അമേരിക്കൻ ഉപരോധങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്ന് പ്രഖ്യാപിക്കുന്ന ഇറാൻ്റെ പോരാട്ട വീര്യം പ്രതിരോധ വിദഗ്ധരെ പോലും അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ഒരു വശത്തെ ലോകത്തെ വൻ ശക്തിയായ അമേരിക്കയുടെ സൈനിക പ്രമാദിത്വവും മറുവശത്ത് ഇറാൻ്റെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളും ഏറ്റുമുട്ടുമ്പോൾ അത് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന് വഴിവെക്കുമോ എന്ന ഭീതിയിലാണ് ഇപ്പോൾ മനുഷ്യരാശി. സാമ്പത്തിക രംഗത്തും ഈ സംഘർഷം കനത്ത ആഘാതമാണ് സൃഷ്ടിക്കുന്നത്. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച ഉപരോധം പൂർണ്ണ തോതിൽ നിലവിൽ വന്നതോടുകൂടി ആഗോള എണ്ണ വിപണി അശാന്തമായിരിക്കുകയാണ്. ഇന്ത്യൻ സമയം രാത്രി 7:30 ഉപരോധം പ്രാബല്യത്തിൽ വന്നതിനെ തുടർന്ന് രാജ്യാന്തര വിപണിയിൽ എണ്ണവില ബാരലിന് $100 മുകളിലേക്ക് കുതിച്ചിരിക്കുകയാണ്. ഇത് വികസ്വര രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള ഒട്ടുമിക്ക രാജ്യങ്ങളെയും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് തള്ളിയിടുന്നത്. ക്രൂഡ് ഓയിൽ വിതരണം തടസ്സപ്പെട്ടാൽ ആഗോള സമ്പദ് വ്യവസ്ഥ തന്നെ സ്തംഭിക്കുമെന്ന ആശങ്കയും ഇതിനോടകം തന്നെ ഇപ്പോൾ ശക്തമായിട്ടുണ്ട്. ഇറാൻ്റെ എണ്ണ വ്യാപാരം പൂർണ്ണമായും തടയാനുള്ള അമേരിക്കൻ നീക്കം ഒരു സാമ്പത്തിക യുദ്ധത്തിൻ്റെ തുടക്കമായാണ് നിരീക്ഷകർ ഇവിടെ വിലയിരുത്തുന്നത്. ഹോർമുസ് കടലിടുക്കിലെ ഗതാഗത തടസ്സം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ നേരിട്ട് ഇപ്പോൾ ബാധിച്ചിരിക്കുകയാണ്. പ്രതിദിനം 135ഓളം കപ്പലുകൾ കടന്നുപോയിരുന്ന ഈ പാതയിൽ ഇപ്പോൾ ഗതാഗതം നാമമാത്രമായി ചുരുങ്ങിയിരിക്കുകയാണ്. സുരക്ഷിതമായ കപ്പൽ ഗതാഗതം ഉറപ്പാക്കാൻ ഹോർമുസ് കടലിടുക്ക് സ്വതന്ത്രമാക്കണമെന്ന് ഇന്ത്യയും മറ്റ് ഏഷ്യൻ രാജ്യങ്ങളും കർശനമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇന്ധന സുരക്ഷ അപകടത്തിലാകുന്നത് ആഭ്യന്തര വിപണിയിൽ വിലക്കയറ്റത്തിന് കാരണമാകുമെന്നതിനാൽ തന്നെ വലിയ ജാഗ്രതയിലാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ. ഈ ഒരു സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിലെ ഓരോ ചലനവും ആഗോള വിപണിയുടെ നെഞ്ചിടിപ്പ് ഇപ്പോൾ കൂട്ടുകയാണ്. കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ അത് ആഗോളതലത്തിൽ ഭക്ഷ്യ ഇന്ധന ക്ഷാമത്തിന് കാരണമായേക്കാം. അതിനിടെ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നയതന്ത്ര നീക്കങ്ങളും സജീവമായിട്ട് ഇപ്പോൾ നടക്കുന്നുണ്ട്. ഖത്തർ പ്രധാനമന്ത്രി ഇറാൻ്റെ വിദേശകാര്യ മന്ത്രാലയവുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുകയും ഹോർമുസ് കടലിടുക്കിനെ രാഷ്ട്രീയ വിലപേശലിനുള്ള ആയുധമാക്കരുത് എന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. ഇതിന് പുറമെ ഏഷ്യൻ ശക്തികളായിട്ടുള്ള ചൈനയും പാകിസ്ഥാനും സംയുക്തമായിട്ട് ഒരു 5 സമാധാന പദ്ധതിയുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. നേരത്തെ നടന്ന ചർച്ചകൾ ഫലപ്രദമായില്ലെങ്കിലും ഇനിയൊരു യുദ്ധം താങ്ങാൻ അത് ലോകത്തിന് കഴിയില്ല എന്ന ബോധ്യത്തിൽ ഇരു രാജ്യങ്ങളെയും ഒത്തുതീർപ്പിലെത്തിക്കാനായിട്ട് ചൈനീസ് പാക് വിദേശകാര്യ മന്ത്രിമാർ ശ്രമിക്കുന്നുണ്ട്. നയതന്ത്രത്തിൻ്റെ വഴികൾ അടഞ്ഞിട്ടില്ലെന്ന പ്രതീക്ഷയിലാണ് ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന ഒരു അഗ്നിപർവ്വതത്തിന് മുകളിലാണ് ഇപ്പോൾ പശ്ചിമേഷ്യ നിൽക്കുന്നത്. നയതന്ത്ര നീക്കങ്ങൾ വിജയിക്കുമോ അതോ ആയുധങ്ങൾ സംസാരിക്കുമോ എന്നത് വരും മണിക്കൂറുകളിൽ തന്നെ വ്യക്തമാകുന്നതാണ്. ഒരു വശത്ത് അമേരിക്ക തങ്ങളുടെ വിരൽ ട്രിഗറിൽ അമർത്തിപ്പിടിച്ച് നിൽക്കുമ്പോൾ മറുവശത്ത് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായിട്ട് ഇറാൻ സൈന്യവും നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഖത്തറിൻ്റെയും ചൈനയുടെയും ഇടപെടലുകൾ ഫലം കണ്ടില്ലെങ്കിൽ ലോകം സാക്ഷ്യം വഹിക്കേണ്ടി വരുന്നത് ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഭീകരമായിട്ടുള്ള സൈനിക നീക്കങ്ങളായിരിക്കും. സമാധാനത്തിൻ്റെ അവസാന വാതിലുകളും അടയുന്നതിന് മുൻപ് ഒരു ഒത്തുതീർപ്പ് ഉണ്ടാകുമെന്ന പ്രത്യാശയിലാണ് ഇപ്പോൾ ലോകരാജ്യങ്ങളെല്ലാം തന്നെ കാത്തിരിക്കുന്നത്.